ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ്, വെൽക്കം ബാക്ക് ടു അശ്വതറാണി ടാരോ ഹീലിംഗ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നമുക്കിവിടെ ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് ഒരല്പം കഷ്ടപ്പാടിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാണ്. നിങ്ങൾക്ക് കാശ് കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിലും അതിലോട്ട് എത്തിച്ചേരാനായിട്ട് കഴിയുന്നില്ല എന്നാണ് കാണുന്നത്. ഇമോഷണലി നിങ്ങളൊരല്പം ഡൗൺ ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഈ ഒരു ബ്ലോക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിലോട്ട് കണക്റ്റ് ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്തിച്ചേരുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞൊരു എനർജിയിലോട്ടാണ്. അതായത് കാശ് വന്നു ചേരുന്നതിൻ്റെ എനർജിയിൽ തന്നെയാണ്. ബിസിനസ്സിൽ ഒരു പുരോഗതി അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പർട്ടി ഇടപാടുകളിലൊക്കെ ഒരു സക്സസ് ആണ് നിങ്ങളിലോട്ട് വരാൻ പോകുന്നതെന്ന് കാണുന്നുണ്ട്. യൂണിവേഴ്സൽ സപ്പോർട്ടോട് കൂടിയാണ് നിങ്ങൾ അതിലോട്ട് എത്തിച്ചേരുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇത് കണക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുക എന്നാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങളിലോട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഹാപ്പിനെസ് നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ടുള്ള എനർജി കാണാൻ പറ്റുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി കുടുംബമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയുമെന്ന് കാണുന്നുണ്ട്. ഒരു ഔട്ടിങ്ങിനോ ഒരു ടൂറിനോ ഒക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു പ്രത്യേക ഓർമ്മപ്പെടുത്തലുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ എല്ലാ ബ്ലെസ്സിങ്സിനും ഗ്രേറ്റ്ഫുൾ ആവുക, ഡിവൈനോട് താങ്ക്സ് പറയുക എന്നുള്ളൊരു പ്രത്യേക ഓർമ്മപ്പെടുത്തൽ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് പാസ്റ്റിലെ മെമ്മറീസ് നിങ്ങളെ വേട്ടയാടാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു നഷ്ടപ്പെട്ട പ്രണയത്തിൻ്റെ ഓർമ്മയൊക്കെ വന്നു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ അത് നിങ്ങളിലോട്ട് കണക്റ്റ് ആകത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഓക്കെ ആവുന്നൊരു എനർജിയാണ് ഇവിടെ വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങളെ ഡിവൈൻ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ലൈഫ് പർപ്പസിലോട്ട് ഗൈഡ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ വളരെയധികം സേഫായിട്ട് തന്നെ നിങ്ങളെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ മെഡിറ്റേഷനിലോട്ട് കടക്കുന്ന ഒരു എനർജി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വളരെ കാമായിട്ട് നിങ്ങൾക്ക് അതിലോട്ട് കണക്റ്റ് ആകാൻ പറ്റുന്നതിൻ്റെ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ പാസ്റ്റ് ലൈഫിലെയൊക്കെ എക്സ്പീരിയൻസ്, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾ ഹൈലി സൈക്കിക് ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒത്തിരി വിസ്ഡം നിങ്ങളിലോട്ട് കണക്റ്റ് ആവുന്ന ഒരു എനർജിയിലോട്ടാണ് നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങളുടെ കൈവശമുള്ള ധനം നിങ്ങൾ ഒന്നിനും ചിലവഴിക്കാതെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നു. പിന്നെ ഞാനൊന്നും വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് നിങ്ങൾ നിലനിൽക്കുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടു പോകാതെ ഒന്ന് നഷ്ടപ്പെടാതെ നോക്കുക കേട്ടോ. ഷോപ്പിംഗ് സൈറ്റിലൊക്കെ കയറി പോകാതെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളൊരല്പം മനസ്സമാധാനത്തോടെ ചുറ്റുപാടിൽ നിന്നുള്ള സമ്മർദ്ദത്തിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയുമെന്ന് കാണാൻ പറ്റുന്നുണ്ട്. എങ്കിലും മനസ്സിലെ ടെൻഷൻ ഉണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ആരെങ്കിലും കോൺഫ്ലിക്റ്റിനൊക്കെ വരുമോ എന്നുള്ള ചിന്ത മനസ്സിനെ അലട്ടുന്ന ഒരു എനർജി കണക്റ്റ് ആവുന്നുണ്ട്. അതെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒറ്റൊരു കാര്യം ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ആദ്യം ഒരു 5 മിനിറ്റ് നിങ്ങൾ